നല്ല കറുമുറ പൊട്ടുന്ന കടലമുട്ടായി ഉണ്ടാക്കിയാലോ. ഇത് നിങ്ങൾ കാണുന്നത് പോലെയല്ല കേട്ടോ, കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് 3 അണി ശർക്കരയാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് റെഡിയാകുമ്പോൾ തന്നെ നമുക്ക് കടലയൊന്ന് വറുത്തെടുക്കാം. അത് ഞാൻ 1 കപ്പ് നിലക്കടലയാണ് കേട്ടോ എടുത്തത്. അത് നന്നായിട്ടൊന്ന് ചുവക്കുന്ന വരെ വറുത്തെടുക്കണം. ഞാൻ പച്ചക്കടലയാണ് കേട്ടോ എടുത്തത്, അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ആ ശർക്കര ഒഴിക്കുക. അതിലേക്കൊരു 4 ഏലക്കായ പൊടിച്ചതും പിന്നെ ഒരു കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് കണ്ടോ, നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലേക്ക് ഇതൊന്ന് ഉറ്റിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ പൊട്ടി വരണം. അതാണ് അതിൻ്റെ പാകം. അത് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വറുത്തെടുത്ത് വെച്ച കടല അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം. പെട്ടെന്ന് തന്നെ ഇളക്കണം കേട്ടോ, അത് വേഗം കട്ടയായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കണം. എല്ലാം എല്ലാ സൈഡിലേക്കും ആക്കി മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ശർക്കരയും കടലയും കൂടി ചേർന്നിട്ട് നല്ല ടൈറ്റ് ആയിരിക്കും കേട്ടോ, അപ്പോൾ ഒന്ന് പിടിച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. ഇത് വേഗം കട്ടയാകുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ. കാരണം ഇത് നമ്മളതിൻ്റെ മേലെ സ്പാച്ചിലേൻ്റെ മേലെ ഒട്ടിപ്പിടിച്ച് പോരും. അപ്പോൾ അതുകൊണ്ട് സ്പൂൺ വെച്ച് ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റെഡിയാവും. ആരെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാനൊന്നും മടിക്കാൻ കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. അതിന് തണുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിങ്ങനെ ഒരു കത്തി വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് പിന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. അപ്പം ഇതാ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതാ കണ്ടോ, ഇതിങ്ങനെ പൊട്ടി പൊട്ടി കിട്ടും. അപ്പം നമ്മളുടെ കറുമുറ എന്ന് പറഞ്ഞ് നമ്മളുടെ കടലമുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു എയർ ടൈറ്റ് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പക്ഷേ കുറേ കാലം കിട്ടൂല, കാരണം അത് പെട്ടെന്ന് തന്നെ തീരും. നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. വേറെ റെസിപ്പി ആയിട്ട് വരാം. ബൈ.